എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് സെക്കന്ദരാബാദ് റെയിൽവേ സ്റ്റേഷൻ. ഇത് രാജ്കോട്ട് എക്സ്പ്രസ്. ഇതിലാണ് ഞാൻ ഗുജറാത്തിലെ അഹമ്മദാബാദിന് പോകുന്നത്. ഇവിടെ നിന്നും ട്രെയിൻ 3:30 പുറപ്പെടുന്നത്. അതിനു മുമ്പ് ട്രെയിനിൽ കയറി സ്ഥാനം പിടിച്ചു. അങ്ങനെ സാവധാനം ട്രെയിൻ യാത്ര തുടരുകയാണ്. ഇവിടെ താഴെ റോഡിൽ കാണാം സെക്കന്ദരാബാദ് നഗരത്തിൻ്റെ തിരക്ക്. നഗരം കഴിഞ്ഞു എന്ന് നമുക്ക് തോന്നുമെങ്കിലും പച്ചപ്പ് നിറഞ്ഞ മനോഹരമായ സ്ഥലങ്ങൾ. ചെറിയ സ്റ്റേഷനുകളിലൊന്നും രാജ്കോട്ട് എക്സ്പ്രസ്സിന് സ്റ്റോപ്പില്ല. ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാം നിരവധിയായ റെസിഡൻഷ്യൽ കോംപ്ലക്സുകൾ. ഒരു നഗരം എങ്ങനെ ഗ്രാമപ്രദേശത്തേക്ക് വളരുന്നു എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് ഈ കാണുന്ന മനോഹരങ്ങളായ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ. ആ കാണുന്നതാണ് ബേഗംപെട്ട എയർപോർട്ട്. അവിടെ നിന്ന് ഫ്ലൈറ്റ് പോകുന്നത് നമുക്ക് കാണാം. ഇവിടെ വരുമ്പോൾ നമുക്ക് വീണ്ടും കാണാം നിരവധിയായ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ. പലതും നിർമ്മാണത്തിലിരിക്കുന്നതാണ്. വളരെ മനോഹരങ്ങളായ ഫ്ലാറ്റുകൾ. ഇതിനിടയിൽ ചെറിയ സ്റ്റേഷനുകളായ ബേഗംപെട്ടും ലിംഗംപള്ളിയും വികാരാബാദും താണ്ടൂരും ഒക്കെ കടന്നാണ് ട്രെയിൻ യാത്ര തുടരുന്നത്. ഇപ്പോൾ ട്രെയിൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് തെലുങ്കാനയുടെ മനോഹരങ്ങളായ കൃഷിസ്ഥലങ്ങളുടെ സമീപത്തുകൂടിയാണ്. വിളവെടുപ്പിന് സമയമായിരിക്കുന്ന ഹെക്ടർ കണക്കിന് നെൽപ്പാടങ്ങൾ നമുക്ക് ഇവിടെ കാണാം. അതേസമയം ട്രെയിനിനുള്ളിലെ അവസ്ഥ ഇതാണ്. ട്രെയിനിനുള്ളിൽ തിരക്കായി. ഇവിടെ വരുമ്പോൾ നെൽകൃഷി മാത്രമല്ല കൃഷി ചെയ്തിരിക്കുന്നത്. മറ്റ് കൃഷി ഇനങ്ങളായ പരുത്തിയും ക്യാരറ്റും പച്ചക്കറികളും ഒക്കെ ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. കൃഷി ചെയ്തിരിക്കുന്ന സ്ഥലത്തിന് അപ്പുറത്ത് അങ്ങ് ദൂരെ നീണ്ടുപോകുന്ന ഒരു മലനിര നമുക്ക് കാണാം. ഇപ്പോൾ ട്രെയിൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് തെലുങ്കാന കർണാടക അതിർത്തി പ്രദേശങ്ങളിലൂടെയാണ്. ഇവിടെ വന്നപ്പോൾ ഭൂപ്രകൃതിക്ക് മാറ്റം വന്നു. ഇവിടെ കൃഷിസ്ഥലങ്ങളെല്ലാം വളരെ താഴ്ന്ന പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതോടൊപ്പം ചെറിയ ചെറിയ ജലാശയങ്ങളും നമുക്കിവിടെ കാണാം. ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് നിലക്കടലയാണ് പ്രധാനമായും. വൈകുന്നേരത്തെയുള്ള ഈ ട്രെയിൻ യാത്ര പ്രകൃതി നമുക്ക് വളരെ മനോഹരമായ കാഴ്ചകളാണ് നൽകുന്നത്. ഇപ്പോൾ ട്രെയിൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കർണാടകയുടെ കൃഷിഭൂമിയുടെ സമീപത്തു കൂടിയാണ്. ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാം കൃഷിഭൂമിയോട് ചേർന്ന് ചെറിയ ചെറിയ വീടുകളൊക്കെ.
ഇപ്പോൾ ട്രെയിൻ യാത്രക്കാർ മിക്കവരും യാത്ര ചെയ്ത് മടുത്ത് കിടപ്പിലായി. അതേസമയം ഞാൻ പുറത്തെ മനോഹരമായ ഈ കാഴ്ചകൾ കണ്ടുകൊണ്ട് യാത്ര തുടരുകയാണ്. സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൂരക്കാഴ്ചകൾ മങ്ങിത്തുടങ്ങി. അതേസമയം ട്രെയിനിൻ്റെ ഇപ്പോഴത്തെ യാത്ര വെസ്റ്റേൺ ഡയറക്ഷനിലേക്കാണ്. കർണാടകയിലുള്ള കൽബുർഗിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ട്രെയിൻ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ സോളാപൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. സോളാപൂർ റെയിൽവേ സ്റ്റേഷൻ മഹാരാഷ്ട്രയിലെ സൗത്ത് വെസ്റ്റ് റീജിയനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ നിന്നും രാജ്യത്തിൻ്റെ പല ഭാഗത്തേക്കും റെയിൽവേ കണക്ടിവിറ്റി ഉണ്ട്. ജനങ്ങൾ പറയുന്നത് വളരെ വൃത്തിയുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഇത് എന്നാണ്. അതോടൊപ്പം മറ്റ് സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ സ്റ്റേഷൻ്റെ രാത്രി കാഴ്ചകൾ കണ്ടുകൊണ്ട് ഗുജറാത്ത് ലക്ഷ്യമാക്കി ഞങ്ങളുടെ ട്രെയിൻ യാത്ര തുടരുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.